ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ആമസോൺ പ്രൈമിലെ ദ ബോയ് സീരീസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ആ സീരീസ് അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഗാർത്ത് എനിസ് എഴുതിയ ദ ഒറിജിനൽ ദ ബോയ്സ് കൊമിക് ബുക്കിൽ ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത് നിങ്ങൾക്കറിയാമോ? സീരീസിനേക്കാൾ 100 ഇരട്ടി ഡാർക്കും വയലൻസുമാണ് കൊമിക്കിലെ ക്ലൈമാക്സ്. യഥാർത്ഥത്തിൽ ഹോംലാൻഡറിനെ കൊല്ലുന്നത് ബച്ചറല്ല. അവസാനം ബച്ചർ സ്വന്തം ടീമിനെ തന്നെ കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്താണ് കൊമിക്കിൽ സംഭവിച്ചതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കോമിക്കിലെ അവസാന ചാപ്റ്ററുകളിൽ ഹോംലാൻഡർ പൂർണ്ണമായും കൺട്രോൾ പോയി അമേരിക്കൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ തീരുമാനിക്കുന്നു. അവൻ വൈറ്റ് ഹൗസിൽ കയറി അമേരിക്കൻ പ്രസിഡൻറ്റിനെ കൊല്ലുന്നു. ഇതറിഞ്ഞ് ബച്ചറും മിലിറ്ററിയും അവിടേക്ക് വരികയാണ്. പക്ഷേ അപ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. ഹോംലാൻഡറിനെ കൊല്ലാൻ വരുന്നത് ബച്ചറല്ല, മറിച്ച് ബ്ലാക്ക് നോയർ ആണ്. കൊമിക്കിൽ ബ്ലാക്ക് നോയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹോംലാൻഡറിൻ്റെ ഒരു ക്ലോണാണ്. ഹോംലാൻഡർ എപ്പോഴെങ്കിലും കൈവിട്ടു പോവുകയാണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി വോത്ത് കമ്പനി രഹസ്യമായി ഉണ്ടാക്കിയതാണ് ബ്ലാക്ക് നോയറിന്. അതുമാത്രമല്ല, ഹോംലാൻഡർ ചെയ്തതായി നമ്മൾ വിശ്വസിക്കുന്ന പല ക്രൂരകൃത്യങ്ങളും യഥാർത്ഥത്തിൽ ഹോംലാൻഡറിൻ്റെ വേഷത്തിൽ വന്ന് ബ്ലാക്ക് നോയർ ചെയ്തതായിരുന്നു. ഇതറിയുമ്പോൾ അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. ഈ ഫൈറ്റിൽ ബ്ലാക്ക് നോയർ ഹോംലാൻഡറിനെ പിച്ച് ചീന്തി കൊല്ലുന്നു. പക്ഷേ ഫൈറ്റ് കഴിഞ്ഞ് ബ്ലാക്ക് നോയറും പരിക്കേറ്റ് വീഴുന്നു. ആ സമയത്ത് അവിടെ എത്തുന്ന ബച്ചർ ഒരു ഇരുമ്പ് കമ്പി ക്രോബാർ വെച്ച് ബ്ലാക്ക് നോയറിനെ തലക്കടിച്ച് പൊട്ടിച്ച് അവനെയും കൊല്ലുകയാണ്. ഹോംലാൻഡർ മരിച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് നമ്മൾ കരുതും, അല്ലേ? പക്ഷേ അല്ല. അവിടെയാണ് യഥാർത്ഥ ബച്ചർ ആരാണെന്ന് നമ്മൾ കാണുന്നത്. ലോകത്ത് കോമ്പൗണ്ട് വ്യൂ ഉള്ള എല്ലാവരെയും, അതായത് മുഴുവൻ സൂപ്പർ ഹീറോകളെയും ഒറ്റയടിക്ക് കൊല്ലുക എന്നായിരുന്നു ബച്ചറിൻ്റെ യഥാർത്ഥ പ്ലാൻ. ഇതിനുവേണ്ടി ബച്ചർ വലിയൊരു കെമിക്കൽ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം ബച്ചറിൻ്റെ ടീമിലുള്ളവർക്ക് സമ്മതമായിരുന്നില്ല. ബച്ചറിൻ്റെ ടീമെന്ന് വെച്ചാൽ ദ ബോയ്സ് നമ്മൾ കാണുന്നു. തന്നെ തടയാൻ സ്വന്തം ടീം അംഗങ്ങൾ വരുമെന്നറിയാമായിരുന്ന ബച്ചർ എന്ത് ചെയ്തെന്നോ, അവൻ സ്വന്തം ടീമിനെ തന്നെ കൊല്ലാൻ തുടങ്ങുന്നു. ആദ്യം അവൻ ഫ്രഞ്ചിയെയും കിമിക്കോയെയും ഒരു ബോംബ് ബ്ലാസ്റ്റിലൂടെ കൊല്ലുന്നു. പിന്നീട് തടയാൻ വരുന്ന മദേഴ്സ് മിൽക്കിൻ്റെ മുഖത്ത് ഗ്രനേഡ് വെച്ച് പൊട്ടിച്ച് അവനെയും കൊല്ലുന്നു. സ്വന്തം ടീമിനെ ബച്ചർ കൊല്ലുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഹ്യൂയി. ബച്ചറിൻ്റെ ഈ കൊടും ക്രൂരത തടയാൻ ഹ്യൂയി തീരുമാനിക്കുന്നു. അവസാനം എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഹ്യൂയിയും ബച്ചറും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിനിടയിൽ ഇരുവരും താഴേക്ക് വീഴുന്നു. വീഴ്ചയിൽ ബച്ചറിൻ്റെ നട്ടിൽ തകർന്ന് അവൻ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ബച്ചർ ഹ്യൂയിയെ പ്രകോപിപ്പിക്കുന്നു. തൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് ബച്ചറാണെന്ന് ഹ്യൂയിയെ വിശ്വസിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ദേഷ്യം വന്ന ഹ്യൂയി ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ബച്ചറിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്നു. അങ്ങനെ ഹ്യൂയിയുടെ കൈകൊണ്ട് ബച്ചർ മരിക്കുകയാണ്. ബച്ചർ മരിക്കുന്നതോടെ കോമ്പൗണ്ട് വ്യൂ ഉപയോഗിച്ചുള്ള ആ അറ്റാക്ക് നടക്കാതെ വരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹ്യൂയി ബച്ചറിൻ്റെ പഴയ പൊസിഷനിലോട്ട് വരുന്നു. അതായത് ബാക്കിയുള്ള സൂപ്പർ ഹീറോകളെ നിയന്ത്രിക്കുന്ന ആളായി ഹ്യൂയി മാറുന്നു. ഹ്യൂയിയും സ്റ്റാർലൈറ്റും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നിടത്താണ് കോമിക് അവസാനിക്കുന്നത്. ഇതായിരുന്നു കോമിക്കിലെ ഒറിജിനൽ എൻഡിങ്. ആമസോൺ പ്രൈം സീരീസിൽ ഇതേ എൻഡിങ് ആയിരിക്കില്ല വരുന്നത് എന്ന് ഉറപ്പാണ്. കാരണം അതിൽ ബ്ലാക്ക് നോയർ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഗായ്സ്, കോമിക്കിലെ ഡാർക്ക് എൻഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.